പൈവളികെ കൂടാൽമേർക്കള മണ്ടേക്കാപ്പൂവിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായിട്ട് ഒരു മാസമാകുന്നു. അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാണാതായി 25 ദിവസം പിന്നിട്ടിട്ടും കുട്ടിയെക്കുറിച്ച് യാതൊരു സൂചന പോലും ലഭിക്കാത്തതിൽ ഓരോ നിമിഷവും കരഞ്ഞുകൊണ്ട് തള്ളി നീക്കുകയാണ് മാതാപിതാക്കൾ. ഫെബ്രുവരി 11-നാണ് പെൺകുട്ടിയെ കാണാതായത്. അന്നേ ദിവസം കാണാതായ കൂടാൽമേർക്കള സ്വദേശിയുടെ കാര്യത്തിലും സംശയമുള്ളതായി കുടുംബം ആരോപിക്കുന്നു. അവന്റെ പ്രദീപ് 42 വയസ്സിന്റെ പ്രദീപ് എന്ന ആളയുടെ തായുണ്ട് അവന്റെ വീട്. അവനെന്ന് സംശയം, എനിക്ക് വേറെ ആരെ അല്ല, അവനെ സംശയ. അവനെ കൊണ്ടുപോയിനെ പറയുന്നു. അവക്ക് ഫോൺ വിളിച്ച് എന്താ അവൾ എടുക്കുന്നില്ല ഫോൺ എന്നിട്ട് അവക്ക് വിളിച്ച്. അവൾ വിളിക്കുമ്പോ അവ എടുക്കുന്നില്ല ഫോൺ. എടുക്കുമ്പോഴാകുമ്പോ നമുക്ക് സംശയം വന്നു, ഇവ എന്തോ ആക്കിയിട്ട് അവളെ കൊണ്ടുപോയി നിന്ന്. അങ്ങനെ അവളുടെ കയ്യില് പിന്നെ പോയിട്ട് അവക്ക് ഞങ്ങള് പോയിട്ട് FIR ഇട്ടത്. പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട കൂലിത്തൊഴിലാളിയാണ് പെൺകുട്ടിയുടെ പിതാവ്. തിരോധാനത്തിൽ ഇതുവരെയായും യാതൊരു പ്രതീക്ഷയും ലഭിക്കാത്തതിന്റെ വേദന പങ്കിട്ട മാതാപിതാക്കൾ കേസ് ക്രൈംബ്രാഞ്ച് അടക്കമുള്ളവരെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട കുമ്പള പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ വീടും പരിസരവും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും പിന്നീട് സമഗ്രമായ അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ചോദിച്ചപ്പോഴും പോലീസിൽ നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. കുമ്പള പോലീസിലേക്ക് ഇത് പരാതി കൊടുത്തുമ്പോ അവർ പറഞ്ഞ് ഇത് 25 ദിവസമായി ഇന്നൊക്കെ അവർക്ക് പരാതി കൊടുത്തിട്ട്. അവിടെ അവർ പറഞ്ഞ് ഞങ്ങള് ഇത് കുഞ്ഞിനെ ഇത് അല്ല അവളെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടല്ലേ, അങ്ങനെയിട്ട് അവള് എവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവർ എവിടെയെങ്കിലും ഇരിക്കുന്നു അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടുണ്ട് അവര്. അങ്ങനെ അവർ ഈടെ എല്ലാം തേടിയിട്ട് വന്ന് ഈടെ കാടെല്ലാം ഉണ്ട്, ആടെയെല്ലാം പോയിട്ട് അവർ നോക്കുമ്പോ അവർ പറയുന്ന ആടെയില്ല, കുഞ്ഞ് അവളെ സിമ്മോ ഇതായിനി മിസ്സായിനി അങ്ങനെയിനി ഇങ്ങനെയിനി എല്ലാം പറയുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് അതെ അവള് കുഞ്ഞേടുണ്ട്. പിന്നെ അവളെ സംബന്ധക്കാരുണ്ട്, അവക്ക് സംബന്ധക്കാരുണ്ട്. അവരെ സംബന്ധക്കാരിലെല്ലാം ചോദിക്കണോ പറയുമ്പോ പറയുന്ന ആടെല്ലാം ചോദിച്ചിനി അങ്ങനെല്ലാം ആയിനി, അവരെല്ലാം ചോദിച്ചിന് ആടെയില്ല, അവരെ മൊബൈൽ എല്ലാം ഇതാക്കിനി അങ്ങനെ ഇങ്ങനെല്ലാം. ഇത് നമ്മൾക്ക് അവൻ ഇതാക്കിയിട്ട് കുട്ടിയെ എത്രയും വേഗം കണ്ടെത്താനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. അല്ലാത്തപക്ഷം ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഒരു 18 മാത്രം പ്രായത്തിൽ ദുരൂഹസാഹചര്യത്തിൽ പോലെ കാണാതാവുന്ന ഒരവസ്ഥ ഇപ്പോൾ 25 ദിവസം പിന്നിടുന്നു. അത് പിന്നെയാണ് കാണാതായതിന്റെ പിന്നിൽ ആര് എന്നതിനെ കുറിച്ച് നല്ല ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതായത് കുമ്പള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് പിന്നെ ഈ വീടിനകത്തും അതുപോലെ ഈ പരിസരവും പരുതുന്നതല്ലാതെ അതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളതിന്റെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ കർണാടക അതിർത്തി മറ്റുള്ള അത് കൊണ്ടുപോകാൻ ഈ വീട്ടുകാർ നേരിട്ട് കൊണ്ടുപോയ വ്യക്തിയുടെ പേര് അടക്കം പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ പിന്നിൽ അവനെ ആരാണ് സഹായിച്ചത്, ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ആര് സഹായിച്ചത് എന്നുള്ളതിന്റെ അന്വേഷണം കൂടി നടത്തേണ്ടതുണ്ട്. അതുപോലെ SLC പഠിക്കുന്ന നമ്മുടെ ധർമ്മത്തടക്ക ഹൈസ്കൂൾ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അത് അതിനേക്കാളും വലിയ ഒരു രസമാണ്. കാരണം സ്കൂൾ അധികൃതർ, സ്കൂള് അധ്യാപകന്മാർ ഈ വീട് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. കാരണം അതിന്റെ ഒരു പിന്നിലൊരു ദുരൂഹത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പെട്ടെന്ന് ഇതിനെ കണ്ടെത്തിയില്ല എങ്കിൽ നമ്മുടെ നാടിനകത്ത് ഒരു വലിയ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അതിനെ പിന്നിൽ കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം പെൺകുട്ടികളുടെ മാതാപിതാക്കളെ AKM അഷ്റഫ് MLA വീട്ടിലെത്തി സന്ദർശിച്ചു. അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് നൽകുമെന്ന് MLA പറഞ്ഞു. നിയമസഭാ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ട് വിഷയം അവതരിപ്പിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. പൈവളികെ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെഡ്ഡെ കയ്യാർ, അസീസ് ചേവാർ, മനാഫ് സുബയ്യക്കട്ട തുടങ്ങിയവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.